ഹായ് ഹലോ, നമുക്കൊരു പൂവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. വയലറ്റ് കളർ പൂവും പീച്ച് കളർ പൂവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്ര ഇതളാണ് വേണ്ടത് അത്രയും സ്ക്വയർ പേപ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൽ കാണിക്കുന്ന പോലെ മടക്കിയിട്ട് നമ്മൾ ഷേപ്പ് വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കത്രിക വെച്ചിട്ട് ഈ ഷേപ്പിലൊന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ കോർണർ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇതുപോലെ എല്ലാ ഇതിലുകളും നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ദേ വൈലറ്റും ജസ്റ്റ് അതുപോലെ തന്നെ കാണിച്ചിട്ട് ഇതുപോലെ ഇതളുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിത് കട്ട് ചെയ്യുക, പിന്നെ ഇച്ചിരി കൂടി വലിയ ഭാഗത്തിൽ കട്ട് ചെയ്ത് കളയുക, അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത് ഈ രണ്ടും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ തണ്ടുണ്ടല്ലോ അത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഉള്ളിൽ വടി വെച്ചിട്ട് ഇങ്ങനെ തിരികിയിട്ട്, പിന്നെ വടി വേണമെങ്കിൽ നമുക്ക് വടി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, വടി ഊരി കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഇതുപോലെ കുഞ്ഞ് ഇതളുകളായിട്ട് ഫസ്റ്റിനെ ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ തണ്ടിൻ്റെ അറ്റത്ത് നമുക്ക് വല്ല തെർമോക്കോളിൻ്റെ ബോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിനും കൂടിയും ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടില്ല. ഇതുപോലെ ഏറ്റവും ചെറിയ ഇതളിൽ നിന്ന് തുടങ്ങി ഏറ്റവും വലിയ ഇതൾ വരെ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് ഇതുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ലാസ്റ്റത്തെ ഇതളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഇലയുടെ ഒരു സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ പേപ്പറിൽ നേരത്തെ നമ്മൾ മടക്കിയ പോലെ തന്നെ മടക്കിയിട്ട് നമ്മൾ പൂവിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിന് പകരം ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിവർത്തിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂവിൻ്റെ എല്ലാ ഒരു അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഇലകൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇത് നമുക്കറിയാമല്ലോ, അവർക്ക് ചെയ്യാറിയണതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഏതൊന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കാട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു വയലറ്റ് പൂവും ഓറഞ്ച് പൂവും അതായത് പീച്ച് കളർ പൂവും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും കൂടിയിട്ട് 4 ഇലയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗമ്മ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവുണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ ഇത് എന്ത് പൂവായിട്ടാണ് നിങ്ങൾക്ക് തോന്നണേ? ഒരു റോസൊക്കെ വേണമെങ്കിൽ റോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവർ വേസ് പോലെ ഇങ്ങനെ കുടൻ ഉണ്ടാക്കിയിട്ട് ഫ്ലവർ വേസ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബൊക്കെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.